യോന എന്ന പ്രവാചകനായ അഭിഷിക്തനോട് ദൈവം പറഞ്ഞു, നീ ആ ദേശത്തിൽ ചെന്ന് ഒരു വലിയ പ്രവചനം നടത്തുക, ദൂത് പറയുക, അത് നിന്റെ ദൗത്യമാണ്. എന്നാൽ യോന ഒന്നും പറയാതെ ഒളിച്ചോടി പോവുകയാണ് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ കാരണം? യോനയ്ക്ക് നന്നായി ദൈവത്തെ അറിയാം. ദൈവം ആരെന്ന വലിയൊരു വെളിപ്പാട് യോനയ്ക്കുണ്ടായിരുന്നു. ദൈവാത്മാവ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ സത്യ ദൈവത്തെ വ്യക്തമായിട്ട് അറിയാം, തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? യേശുവിൻ്റെ സ്വഭാവം എത്ര പേർക്ക് അറിയാം? കർത്താവിൻ്റെ സ്വഭാവം അറിയുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? എൻ്റെ കർത്താവിനെ കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ വെളിപ്പാട് അത് ഒരു തെറ്റിദ്ധാരണയാണോ അതോ നല്ലൊരു വെളിപ്പാടാണോ നിങ്ങളുടെ ഉള്ളിലുള്ളത്? പ്രൈസ് ദി ലോർഡ്. യോനയ്ക്ക് നന്നായിട്ട് അറിയാം, ഈ ദൈവം കൊലപാതകം ചെയ്യുന്ന ദൈവമല്ല, പകയുള്ള ദൈവമല്ല, ശപിക്കുന്ന ദൈവമല്ല, ഈ ദൈവം ഐശ്വര്യക്കകത്ത് കിടത്തുന്ന ദൈവമല്ല, രോഗിയാക്കുന്ന ദൈവമല്ല. ഈ ദൈവം ആരെങ്കിലും കരഞ്ഞാൽ കൂടെ കരയുന്ന ദൈവമാണ്. ഈ ദൈവം രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഈ ദൈവം മരിച്ചവരെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. ഈ ദൈവത്തിന് ആയുസ് നീട്ടിക്കൊടുക്കുവാൻ ശക്തിയുണ്ട്. ഈ ദൈവം ന്യായം വിധിക്കാനല്ല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലോട്ട് അയച്ചത് അത്രത്തോളം കരുണയുള്ള കൃപയുള്ള ദൈവമായതുകൊണ്ടാണ് എന്ന് വ്യക്തമായി യോനയ്ക്ക് അറിയാമെങ്കിൽ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ദൈവത്തെക്കുറിച്ച് അറിയാം?